ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ ജിയോഗ്രഫിയിലെ ഓണം എക്സാമിനേഷൻ ആക്ച്വലി നമുക്ക് വരുന്നത് 3 ചാപ്റ്റേഴ്സാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്, മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല. പകരം ഏതാണ് വരുന്നത്? 4ാമത്തെ ചാപ്റ്റർ ആണ്. ഈ 4ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് മക്കൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസുകളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് സെറ്റ് ആക്കി തരാം. ആ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററിന് അവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുകയാണ്. ഫസ്റ്റ് തന്നെ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താ ബാർട്ടർ സിസ്റ്റം? The goods were exchanged for other goods. ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം എന്ന് വെച്ചാൽ അന്ന് പണം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പണത്തിന് പകരം എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു. ദ ഗുഡ്സ് വെർ എക്സ്ചേഞ്ച് ഫോർ അതർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു എന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ എന്തെല്ലാം? മക്കളെ, ഒന്നാമത്തെ നമ്മൾ നോക്കുക, ദ വാല്യൂ ഓഫ് ഗുഡ്സ് എക്സ്ചേഞ്ച് മേ ബി വാരി. കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനത്തിന്റെ മൂല്യത്തിൽ വ്യത്യസ്തം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ദ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ടു മീറ്റ്സ് എവ്രി വൺ നീഡ്സ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള എന്തില്ല സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ബി ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അതുപോലെ മൂന്നാമത്തെ പ്രശ്നമാണ് ഡിഫിക്കൽട്ടി ഇൻ എക്സ്ചേഞ്ചിങ് ഗുഡ്സ്. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് അടുത്തൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും അവസാനത്തെ പ്രശ്നമാണ് എനേബിൾ ടു ഡിസൈഡ് ഗുഡ്സ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആവശ്യമുള്ള സാധനം തന്നെ ലഭിച്ചുകൊള്ളണമെന്നില്ല. അപ്പൊ ഈ 4 പ്രശ്നങ്ങൾ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക? വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം, നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ, ഒരിക്കലും ഒഴിവാക്കരുത്. അതുപോലെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് റെമ്യൂണറേഷൻ. ഉൽപാദക ഘടകങ്ങളും അതിന്റെ പ്രതിഫലങ്ങളും എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും മക്കളൊന്ന് പഠിച്ചു വെക്കുക. മക്കളെ, ഇപ്പൊ ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെ വെച്ചാൽ ഇവയെല്ലാമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്, ഇവയെല്ലാമാണ് എന്ത് ചെയ്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയും. ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം. എന്നാലേ മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരാളുടെ ലാൻഡിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിന് പകരമായിട്ട് എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം, പാട്ടം കൊടുക്കണം. അപ്പൊ ലാൻഡിന് കിട്ടുന്നതാണ്, ഭൂമിക്ക് കിട്ടുന്നതാണ് പാട്ടം അഥവാ റെന്റ് എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ ഭൂമിയിൽ പണിക്ക് വെച്ചിട്ടുണ്ട്, ജോലിക്ക് വെച്ചിട്ടുണ്ട്, അയാൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അധ്വാനിക്കുന്നതാൾക്ക് വേജ് കൊടുക്കണം, വേതനം കൊടുക്കണം. അതേസമയം ക്യാപിറ്റലിന്, മൂലധനത്തിന് എന്താ? നമ്മൾ ആ ഒരു കമ്പനി തുടങ്ങാനുള്ള പണം നമ്മുടെ ബാങ്കിന്റെ കയ്യിൽ നിന്നൊക്കെ എടുത്താൽ വിചാരിക്കാം, അത് നമ്മൾ തിരിച്ചെന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കണം. എന്റർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്കും കൂടെ പറയാറുണ്ട്, ഓർഗനൈസേഷൻ എന്നും പറയാറുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓർഗനൈസേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്ന് ചോദിക്കാം. ഓർഗനൈസേഷൻ അഥവാ സംരംഭകത്വത്തിന് എന്താ കിട്ടാറുള്ളത്? പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ റെമ്യൂണറേഷനും കൃത്യമായിട്ട് മക്കൾ പഠിച്ചു, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ അടുത്ത ടോപ്പിക്കാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയും, മനുഷ്യ മൂലധനം എന്ന് പറയുന്ന ഭാഗം. അതിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്: ഹൗ ക്യാൻ ബി സ്ട്രെങ്തൻ ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യ മൂലധനം എങ്ങനെയെല്ലാമാണ് ശക്തിപ്പെടുത്താം? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സും ആണ് പറഞ്ഞത്. സോ കൃത്യമായിട്ട് എന്നെ ഫോക്കസ് ചെയ്യണേ മക്കളെ. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, മക്കൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത മക്കൾ ഉണ്ടെങ്കിൽ നിഞ്ചയുടെ പുതിയ ബാച്ച് ആക്ച്വലി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ സെറ്റായ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നതാണ്. സോ ആ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹൗ ക്യാൻ ബി സ്ട്രെങ്തൻ ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം? ഒന്നാമത്തെ എന്താണ്? എൻഷുർ ജോബ് സെക്യൂരിറ്റി, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഇൻഷുറൻസ് കവറേജ്, ഇൻഷുറൻസ് പരിരക്ഷ കൊണ്ടുവരിക. ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ബെറ്റർ വേജ്, മെച്ചപ്പെട്ട വേതനം നൽകുക. ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാമാണ് ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനെ അടിപൊളിയാക്കിയിട്ട് ശക്തിപ്പെടുത്താൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നത്. എന്നാലേ ഇവിടുന്ന് എൻ്റെ മനസ്സ് പറയുന്നത് അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രാവശ്യത്തെ ഓണം എക്സാമിനേഷന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് ഇത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. മനുഷ്യ മൂലധനത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. മക്കൾ 5 ഘടകങ്ങളല്ലത്. ഒന്നാമത്തെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. രണ്ടാമത്തെ ഹെൽത്ത്, ആരോഗ്യമാണ്. മൂന്നാമത്തെ മൈഗ്രേഷൻ, കുടിയേറ്റമാണ്. നാലാമത്തെ ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനമാണ്. അഞ്ചാമത്തെ ആക്സസ് ടു ഇൻഫർമേഷൻ, വിവര ലഭ്യതയാണ്. മക്കളെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ പഠിച്ചു നോക്കണം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ഫോക്കസ് ചെയ്യുന്ന ഈ 2 എഡ്യൂക്കേഷന്റെയോ ഹെൽത്തിന്റെയോ ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. മക്കൾ പഠിച്ചു വെക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ ഘടകങ്ങളാണ് പറഞ്ഞത്. അവ ഏതൊക്കെയാണ് മക്കളെ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫർമേഷൻ ആണ്. അതിൽ തന്നെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് മക്കൾ ഇവ 2 നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. എഡ്യൂക്കേഷനും ഹെൽത്തും പഠിച്ചു വെക്കാം, വിദ്യാഭ്യാസവും ആരോഗ്യവും പഠിച്ചേക്കണം.
അതിലെന്തൊക്കെയാ പഠിക്കേണ്ടത് പറഞ്ഞു തരാം മക്കളെ. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും, ഹൗ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്. വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യ പുരോഗതിക്ക് സഹായിക്കുന്നതെന്നാണ്. വിദ്യാഭ്യാസം എങ്ങനെയാ മക്കളെ രാജ്യ പുരോഗതിക്ക് സഹായിക്കാത്ത? ഇങ്ങനെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ എങ്ങനെ കൊടുത്തിട്ടുണ്ട് മക്കൾ നോക്കിക്കേടാ. ഈ ഒരു പേഴ്സൺ, ഒരാൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അയാളുടെ എബിലിറ്റി കൂടൂല, അയാളുടെ കഴിവ് കൂടൂല. അയാളുടെ കഴിവ് കൂടുതൽ ടെക്നോളജിക്കൽ നോളജ്, അയാൾക്ക് സാങ്കേതികമായിട്ട് നല്ല വിവരം ഉണ്ടായിരിക്കും. അങ്ങനെ സാങ്കേതികമായിട്ട് വിവരമുണ്ടെങ്കിൽ സ്കിൽ ഡെവലപ്ഡ്, അയാളുടെ സ്കില്ല് കൂടും. സ്കില്ല് കൂടിയാൽ ബെറ്റർ ജോബ്, നല്ല ജോലി കിട്ടും. നല്ല ജോലി കിട്ടിയാൽ ബെറ്റർ ഇൻകം, നല്ല വരുമാനം കിട്ടും. നല്ല വരുമാനം കിട്ടിയാൽ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതോടുകൂടെ ആ രാജ്യത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും നല്ല വരുമാനമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നാഷൻ ഷുഡ് ബി ഡെവലപ്ഡ്, രാജ്യവും ഡെവലപ്പ് ആവും. അതാ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കഴിവുണ്ടാവും, കഴിവുണ്ടെങ്കിൽ സാങ്കേതിക പരിജ്ഞാനം ഉണ്ടാവും, അത് നൈപുണ്യ വികസനത്തിൽ എത്തിക്കും, മെച്ചപ്പെട്ട തൊഴിലുണ്ടാക്കി തരും, മെച്ചപ്പെട്ട വേതനം തരും, മെച്ചപ്പെട്ട ജീവിത നിലവാരം തരും, അത് രാജ്യ പുരോഗതിക്ക് എത്തിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ഹൗ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊണ്ട് രാജ്യ പുരോഗതി ഉണ്ടാവാന്ന് ചോദിക്കാം. എന്നാൽ അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയാൻ എന്താ പറയാം, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയാം. ആരോഗ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ശാരീരികവും മാനസികവും സാമൂഹികമായ സുസ്ഥിരം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്കലി വേണം, മെന്റലി വേണം, സോഷ്യലി ആയിട്ടൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് പറയാം, നല്ല ആരോഗ്യമുണ്ട്, നല്ല ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്. ചോദ്യം കണ്ടോളൂ, ഹൗ ഡിക്ലൈനിങ് ഹെൽത്ത് എഫക്ട് ഇൻഡിവിജ്വൽസ് ഓർ നാഷണൽ ഡെവലപ്മെന്റ്. ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യ പുരോഗതിയെയും എങ്ങനെ ബാധിക്കും? ആരോഗ്യക്ഷമത കുറഞ്ഞാൽ എങ്ങനെയാ വ്യക്തിയും രാജ്യ പുരോഗതിയും ബാധിക്കും മക്കളെ? ഒരു വ്യക്തിക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ അയാളുടെ അവസാനിക്കുക ഡിക്രീസ് ഇൻകം, വരുമാനം കുറയില്ലേ? വരുമാനം കുറഞ്ഞാൽ ഡിക്രീസ് പർച്ചേസിംഗ് പവർ, സാധനം വാങ്ങാൻ പറ്റുമോ? പറ്റൂല. കോസസ് പോവർട്ടി, അത് ദാരിദ്ര്യത്തിന് കാരണമാകും. അങ്ങനെ ദാരിദ്ര്യം ഉണ്ടായത് ലോവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം താഴാൻ കാരണമാകും. ഇറ്റ്സ് റെഡ്യൂസ് ദ നാഷണൽ ഡെവലപ്മെന്റ്, അത് രാഷ്ട്ര പുരോഗതിയെ തന്നെ തടസ്സപ്പെടുത്തും. സോ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ഹൗ ഡിക്ലൈനിങ് ഹെൽത്ത്, ഹെൽത്ത് ഇല്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ അത് എങ്ങനെയാണ് രാജ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുക എന്നതായിരിക്കും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്, മനുഷ്യമൂലധന രൂപീകരണത്തിന്റെ ഘടകങ്ങളിൽ ഏറ്റവും എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഈ തൊഴിലില്ലായ്മകൾ 4 തരത്തിന്റെ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വില്ലിംഗ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയ്ഡ്, ജോലി ചെയ്യാൻ തയ്യാറാണ്, എന്ത് പണിയിട്ടാലും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, പണി കിട്ടാത്ത അവസ്ഥയാണ്. എന്നാൽ രണ്ടാമത്തെ അല്ല സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ജോബ് ലോസസ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. ഒരു പുതിയ സാങ്കേതിക വിദ്യ വന്നു, അതിന്റെ ഭാഗമായിട്ട് ജോലി നഷ്ടമാവുന്നു. അതിപ്പോ എങ്ങനെയാ? ഉദാഹരണമായിട്ട് AI വന്നു, എഡിറ്റേഴ്സിന്റെ പണി പോയി, അത് ഏതൊരു ഉദാഹരണമാണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, ഘടനാപരമായ തൊഴിലില്ലായ്മക്ക് ഉദാഹരണമാണ്. എന്നാൽ മൂന്നാമത്തെ അൺഎംപ്ലോയ്മെന്റ് ആണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്, കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയും. അവർക്ക് ഒരു സമയത്ത് ജോലി ഉണ്ടാവും, ആ സമയം കഴിഞ്ഞ് ജോലി ഉണ്ടാവില്ല. കൃഷിക്കാരുടെ അവസ്ഥ ആലോചിക്കാം, മഴക്കാലത്ത് അവർക്ക് നല്ല ജോലി ഉണ്ടാവും, മഴയില്ല വെള്ളമില്ലാത്ത സമയമാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടാവില്ല. അത് ഏതിന് ഉദാഹരണമാണ്? സീസൺ അൺഎംപ്ലോയ്മെന്റ് ഉദാഹരണമാണ്. ഏറ്റവും അവസാനം തന്നെ ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, പ്രച്ഛന്നമായ തൊഴിലില്ലായ്മ എന്ന് പറയും. ഒരു ഫാക്ടറിയിൽ മോർ ദാൻ ഇനഫ്, അവിടെ ആവശ്യത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രച്ഛന്നമായ തൊഴിലില്ലായ്മ, ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. സോ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ആക്ച്വലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെല്ലാം തന്നെ കൃത്യമായിട്ട് മക്കൾ കാണുക, ഡൗട്ടുകൾ കാര്യങ്ങളുടെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് സിമ്പിൾ ആയിട്ടുള്ള കിട്ടിയില്ലേ? നമുക്ക് ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ നമ്മുടെ മാരത്തോണുകളിൽ ഡിസ്കസ് ചെയ്യാം, അവിടെ നമുക്ക് കാണാം. സോ ടാറ്റ, ബൈ, സീ യു.